ഹായ് അവർക്ക് നമസ്കാരം. IBPS RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇന്ന് റിലീസായിട്ടുണ്ട്. ഇന്ന് 7 ജൂണാണ്. 7 ജൂൺ 2024. ഇന്ന് തൊട്ടാണ് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ എലിജിബിലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, അതുപോലെ സ്പെഷ്യൽ റിസർവേഷൻ ഉള്ള കാര്യങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള ഒത്തിരി എല്ലാ എലിജിബിലിറ്റി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. IBPS RRBയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, IBPS RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് സംബന്ധിച്ച വീഡിയോയും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാം അത് പോയി കാണുക കേട്ടോ. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മളതിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളതിന് എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഏജ് അതിന് കറക്റ്റാണ്, അപ്പോൾ ഏതൊക്കെ ഡേറ്റിന് ബിറ്റ്വീൻ വരുന്ന ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആവശ്യമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏജ് ലിമിറ്റാണ്. നോട്ടിഫിക്കേഷന് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ആദ്യം നോക്കേണ്ടത് ഏജ് ലിമിറ്റാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലും അതുപോലെ ഓഫീസർ സ്കെയിൽ 1, 2, 3 എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കാണ്. ഇതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ബി വരുന്ന കാറ്റഗറിയിൽ വരുന്നതും മറ്റ് ഓഫീസർ പോസ്റ്റ് എല്ലാം ഗ്രൂപ്പ് എ കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ വരുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 18 മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ ഏർലിയർ 2/6/1996, അതായത് 2 ജൂൺ 1996 1 ജൂൺ 2006 ഇടയിൽ ജനിച്ച ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഇതിന് മുന്നോട്ടും പിന്നെ ഇതിന് ശേഷം ജനിച്ച ആൾക്കാർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 ഡേറ്റ് ഇൻക്ലൂഡ് ആണ് കേട്ടോ. 2 ഡേറ്റ് ഇതിനുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ വരുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ളതാണ്. ഇനി ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് പോസ്റ്റിൽ വരുന്നതിൽ ഫോർ ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് 18-30 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 3/6/1994 3/5/2006 ഇടയിലാണ് ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്കെയിൽ 2ലേക്ക് വരുമ്പോഴത്തേക്കും ഓഫീസർ സ്കെയിൽ 2ലേക്ക് വരുമ്പോഴത്തേക്കും 21-32 ആണ് അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് 3/6/92 31/5 2003 അതാണ് അവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത്. സ്കെയിൽ 3ലേക്ക് വരുമ്പോഴത്തേക്കും 21-40 ആണ്. 3/6/84 31/5/2003 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏജ് ലിമിറ്റ്. ഈ 4 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരളത്തിലും വേക്കൻസീസ് ഉണ്ട്. ഏകദേശം 300-ന് മുകളിൽ വേക്കൻസീസ് നമുക്ക് കേരളത്തിലുണ്ട് കേട്ടോ. അപ്പം ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം 10,000-ഓളം വേക്കൻസീസ് ആണ് ഈ ഒരു എക്സാമിന് IBPSന്റെ RRB റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വേക്കൻസി പുറത്തു വന്നു കേട്ടോ. അപ്പോൾ അത് നോക്കുക, ആ ഡീറ്റെയിൽസ് നോക്കുക. എല്ലാം നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വീഡിയോയ്ക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം അത് പോയി നോക്കാം കേട്ടോ. ശരി, അപ്പോൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഏജ് റിലാക്സേഷൻ അവിടെ വരുന്നുണ്ടാവും. ഷെഡ്യൂൾഡ് കാസ്റ്റിനും SC/STക്കാർക്ക് 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. OBC വരുമ്പോഴത്തേക്കും 3 വർഷം. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി വരുന്ന ആൾക്കാർ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി വരുന്ന ആൾക്കാർക്ക് എത്രയാണ്, 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ ആ പോസ്റ്റുകളിലേക്ക് വരുന്ന ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ ഏജ് റിലാക്സേഷൻ നോക്കുക. ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റിന് ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ് റെൻഡേഡ് ഇൻ ദ ഡിഫൻസ് ഫോഴ്സ് +3 years, 8 years ഫോർ ഡിസേബിൾഡ് ആണ്. എക്സ് സർവീസ് മാൻ ബിലോങ്ങിങ് ടു SC/ST ഓർ സബ്ജക്ട് ടു, ഇതിൻ്റെ ബാക്കി നമ്മുടെ അടുത്തതിലാണ് പോകുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 50 years പറഞ്ഞു. അപ്പോൾ ഏകദേശം 3 വർഷത്തോളം എന്തായിരിക്കും അവിടെ ഏജ് റിലാക്സേഷൻ നമുക്ക് അതിനകത്ത് കിട്ടും എക്സ് സർവീസ് മാൻ വരുമ്പോൾ കേട്ടോ. ഇനി ഇൻ ദ കേസ് ഓഫ് എക്സ് സർവീസ് മാൻ കമ്മീഷൻ ഓഫീസേഴ്സ് വരുമ്പോഴത്തേക്കും 5 വർഷമാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ്, ഓഫീസർ പോസ്റ്റിൽ വരുമ്പോഴത്തേക്കും 5 വർഷത്തേക്കാണ് അവിടുത്തെ ഏജ് റിലാക്സേഷൻ വരുന്നത്. പിന്നെ വിഡോസ്, ഡൈവോഴ്സ്ഡ് വുമൺ ആൻഡ് വുമൺ, ലീഗലി സെപ്പറേറ്റഡ് വരുമ്പോഴത്തേക്കും അത് ഓൺലി ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്. ഏജ് കൺസേൺ അപ് ടു ദ ഏജ് ഓഫ് 35 years ഫോർ ജനറൽ ഓർ EWS, അപ് ടു 38 years ഫോർ OBC ആൻഡ് അപ് ടു 40 years ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. അതുപോലെ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ 1984 കലാപത്തിലേക്ക് അഫക്ട് ചെയ്ത ആൾക്കാർക്ക് 5 വർഷത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ള, നമുക്ക് ഏജ് ലിമിറ്റ് പ്രധാനം, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം നോക്കുക. ബാക്കിയുള്ള റിസർവ്ഡ് കാറ്റഗറീസിൽ വരുന്ന ആൾക്കാർ ഈ ഡീറ്റെയിൽസ് നോക്കിക്കൊള്ളുക. ശരി, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം.
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അടുത്തത്. അത് ഓരോ പോസ്റ്റ് വൈസിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്, മൾട്ടി പർപ്പസ്. അതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഈക്വലന്റ്. ഒരു എനി ഡിഗ്രിയെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി. അതുപോലെ ഡിസൈർ വർക്കിംഗ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ നോളേജ്. ഇത്രയും മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അതിനകത്ത് എക്സ്പീരിയൻസ് വേണ്ട. അതായത് മൾട്ടി ഓഫീസർ അസിസ്റ്റന്റ് പോസ്റ്റുകൾക്ക് നമുക്ക് എന്ത് വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, എനി ഡിഗ്രി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴത്തേക്കും അവിടെയുള്ള പ്രധാന കാര്യം എന്ത് വേണ്ട, നമുക്ക് എക്സ്പീരിയൻസ് വേണ്ട, എനി ഡിഗ്രി. പിന്നെ പ്രിഫറൻസ് ഉണ്ടാവും. പ്രിഫറൻസ് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഹോർട്ടിക്കൾച്ചർ, വെറ്ററിനറി സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെയൊക്കെ പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അതിൽ പ്രിഫറൻസ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അവർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് അതിലേക്ക് തരത്തുള്ളൂ. ഇനി പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ നോളേജ് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഓഫീസർ സ്കെയിൽ 1. കേരളത്തിൽ ഏകദേശം 195 മുകളിൽ വേക്കൻസീസ് നമ്മുടെ ഓഫീസർ സ്കെയിൽ 1 100 വേക്കൻസിയോളം ഓഫീസ് അസിസ്റ്റന്റ് ആ പോസ്റ്റുകളിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കൊള്ളുക, കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് നല്ലൊരു അവസരമാണ് നമുക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നോക്കുക, ഓഫീസർ സ്കെയിൽ 2 വരുമ്പോഴത്തേക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, 50% അഗ്രിഗേറ്റ് മാർക്കോടെയുള്ള ഒരു ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ സബ്ജക്റ്റ് വരുന്ന ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. പിന്നെ അവിടെ ഉള്ള പ്രധാന കാര്യം 2 years എക്സ്പീരിയൻസ് ആസ് ആൻ ഓഫീസർ ഇൻ എനി ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള 2 വർഷത്തെ ഓഫീസർ പോസ്റ്റിലുള്ള എക്സ്പീരിയൻസ് അവിടെ വേണം. ഇനി ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള IT-ലോ എന്താ പറയുക ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഉള്ള ബിടെക് അല്ലെങ്കിൽ ബിരുദം അവിടെ വേണം, 50% മാർക്കോട് കൂടി. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്കുള്ള സർട്ടിഫിക്കറ്റ്സ് അവിടെ വേണം. അതുപോലെ തന്നെ 1 year എക്സ്പീരിയൻസ് നമ്മുടെ വേണ്ടി വരും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും CA വേണം. അതുപോലെ തന്നെ 1 year ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ടുള്ള എന്താ പറയുക എക്സ്പീരിയൻസ് വേണം. ലോ ഓഫീസർ പോസ്റ്റിലേക്ക് വരുമ്പോൾ ലോയിലുള്ള ബിരുദമാണ് വേണ്ട, 50% അഗ്രിഗേറ്റ് മാർക്ക് അവിടെ വേണം. അതുപോലെ 2 years as an advocate or should have worked as law officer in banks or financial institution for a period of not less than 2 years. 2 വർഷം ഏതെങ്കിലും ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ലീഗൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 2 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്നുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ അവിടെ വേണം. എന്തിനു വേണ്ടിയിട്ട്? ലോ ഓഫീസറിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ ട്രഷറി മാനേജർ വരുമ്പോഴത്തേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ MBA ആണ്, 1 year എക്സ്പീരിയൻസ് വേണം. മാർക്കറ്റിംഗ് ഓഫീസർ ആകുമ്പോൾ MBA ഇൻ മാർക്കറ്റിംഗ് ആണ് അവിടെ വേണ്ടത്, അത് 1 year എക്സ്പീരിയൻസ് ഉണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ ആകുമ്പോൾ ബാച്ചിലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രികളിലെല്ലാം എന്നുള്ള 50% അഗ്രിഗേറ്റ് മാർക്കോട് കൂടിയ ഡിഗ്രി വേണം. 2 years എക്സ്പീരിയൻസ് വേണം അവിടെ കേട്ടോ. 2 years എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓഫീസർ സ്കെയിൽ 3 വരുമ്പോൾ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ ഡിഗ്രിയാണ്, 50% മാർക്ക്. പിന്നെ എന്താ പ്രിഫറൻസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളുള്ള ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ മിനിമം 5 years ഓഫ് എക്സ്പീരിയൻസ് ഓഫീസറിൻ്റെ ബാങ്ക് ഓർ ഫിനാൻഷ്യലി, അപ്പോൾ ബാങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 5 വർഷത്തിൽ കുറയാതെ ഉള്ള എന്താണ് എക്സ്പീരിയൻസ് വേണം, ഓഫീസർ റാങ്കിലുള്ള എക്സ്പീരിയൻസ് വേണം. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 പോസ്റ്റുകളിലേക്കുമുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നുള്ളത് അണ്ടർ സെക്ഷൻ 34 ഓഫ് റൈറ്റ് ടു, ആ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടെ, നമുക്ക് പലയിടത്തും ആവശ്യമായിട്ട് വരും. മിക്കപ്പോഴും പരീക്ഷയൊക്കെ ചോദിക്കുന്നുണ്ട്, ആക്റ്റൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, PSCയുടെ ആയാലും നമ്മുടെ SSCയുടെ ഒക്കെ ആയാലും ആക്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അണ്ടർ സെക്ഷൻ, അതൊരു GK പോയിന്റ് ആണ്, അത് ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തത്. 34 ഓഫ് ദ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 അനുസരിച്ച് എന്താ പറയുക, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും എലിജിബിൾ ഫോർ റിസർവേഷൻ കൊടുക്കണമെന്നുള്ളതാണ് കേട്ടോ. അതിനനുസരിച്ച് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അവർ എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. വിഷ്വലി കാഴ്ച പരിമിതമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ബ്ലൈൻഡ്നെസ്, ആ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ കറക്ഷൻസ് ബെസ്റ്റ് കറക്ഷൻസ്, അതായത് എല്ലാ കറക്ഷൻസും ചെയ്തതിന് ശേഷവും അവർക്ക് ആ കാഴ്ച പരിമിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ അബ്സെൻസ് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ വിഷ്വൽ അക്യൂറ്റി ലെസ് ദാൻ 3/60 ഓർ ലെസ് ദാൻ 10/200 സ്നെല്ലൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് ബെറ്റർ ഐ വിത്ത് ബെസ്റ്റ് പോസിബിൾ കറക്ഷൻ. അതുമല്ലെങ്കിൽ എന്താ ലിമിറ്റേഷൻ ഓഫ് ദ ഫീൽഡ് ഓഫ് വിഷൻ സബ്സ്റ്റനിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ലെസ് ദാൻ 10 degree. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും കാണില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പരിമിതമായ കാഴ്ച അവർക്കുള്ളെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ലോ വിഷൻ എന്നുള്ള കേസിൽ. അതുപോലെ ഹിയറിംഗ് എംപയർഡ്, കേൾവിക്ക് പ്രശ്നമുള്ള ആൾക്കാർ, പൂർണ്ണമായിട്ടും ഡെഫാണ് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ചെറുതായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
അതോടൊപ്പം OC കാറ്റഗറി എന്ന് വെച്ചാൽ ഓർത്തോപീഡിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ സെറിബൽ പ്ലാസി, അതുപോലെ എന്താ പറയുക ലെപ്രോസിക്കേർഡ്, ഡോർഫിസം, മസ്കുലാർ ഡിസ്ട്രോഫി എന്നൊക്കെ പറയുന്ന പല രോഗങ്ങളുണ്ട്. അല്ല ആ രോഗങ്ങളിലേക്കെല്ലാം ആയിട്ടുള്ള ആൾക്കാർക്ക്, അതെല്ലാം അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക പറയാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലെപ്രോസി ക്യൂർഡ് പേഴ്സൺ മീൻസ് പേഴ്സൺ ഹു ഹാസ് ബീൻ ക്യൂർഡ് ഫോർ ലെപ്രോസി ബട്ട് ഈ സഫറിങ് ഫ്രം, ക്യൂർഡ് ആയെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക സൈഡ് ഇഫക്ട്സ് അനുഭവിക്കുന്നുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് സെറിബൽ പ്ലാസി, ഡോർഫിസം, മസ്കുലർ ഡിസ്ട്രോഫി, അതുപോലെ ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓൺലി ദോസ് പേഴ്സൺ ഹു സഫർ ഫ്രം എനി വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓട്ടിസം അല്ലെങ്കിൽ സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ആൾക്കാർ, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, അവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർക്കും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, അപ്പോൾ ഇതാണ് ആ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് മിക്കപ്പോഴും വരുന്ന ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞ പോലെ കാഴ്ച പരിമിതർക്കും കേൾവി പരിമിതർക്കും അതുപോലെ തന്നെ ഓർത്തോപീഡിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ, ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും, അത് നോക്കിയേക്കുക. ഇനി പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളതാണ് നമ്മുടെ ഒരു എസൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളത്. അത് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1 ആൻഡ് ഓഫീസർ അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് സ്പെസിഫൈഡ് ബിലോ ഷാൽ ബി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ലാംഗ്വേജ് ഫോർ ദ സ്റ്റേറ്റ് ഇൻ സ്റ്റാൻഡേർഡ് 8 or any level above 18 ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ബോർഡ്സ്. അതായത് നമ്മൾ സ്കൂൾ ലെവലിൽ എന്ത് ചെയ്യുന്നത് ആ റീജിയണൽ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത്. നമ്മൾ കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ് അപേക്ഷിക്കണമെങ്കിൽ മലയാളം എസൻഷ്യലാണ്. മലയാളം നമ്മൾ ഏത് റീജിയണൽ ബാങ്കിലേക്ക് അപേക്ഷിച്ചാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലുള്ള ആ ഒരു പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ സ്കൂൾ ലെവലിലുള്ള ആ ഒരു പരിജ്ഞാനം നേടിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ആണ് അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മളെല്ലാം നോക്കി ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ആ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് പറഞ്ഞ സ്പെഷ്യൽ ആക്ട് ഒക്കെ വെച്ച് നമുക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, പിന്നെ കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഡിസൈറബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ബേസിക് നോളേജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ അഡാ 24/7 ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം സ്ക്രീൻ ആയത് ഹോം സ്ക്രീനിൽ സ്റ്റഡി മെറ്റീരിയൽ എന്ന സെക്ഷൻ ഉണ്ടായിരിക്കും, ടാബ് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും എല്ലാം ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാം, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഇനി പെയ്ഡ് കണ്ടന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് പർച്ചേസും ചെയ്യാം. അതിനും ഇപ്പോൾ അവസരമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ സ്പെഷ്യൽ ഓഫർ, ഒരു ഫ്ലാഷ് സെയിൽ നടക്കുന്നുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ 2000-ന് മുകളിൽ ഒരു കോഴ്സിനും ഫീസ് ഉണ്ടാവില്ല. മഹാപേക്ക് ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം ലൈവ് ക്ലാസ്സുകളിലെല്ലാം 2000-ന് മുകളിൽ ഫീസ് ഉണ്ടാവില്ല. അഥവാ 2000-ന് മുകളിൽ ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അത് 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഓഫർ കേട്ടോ. അപ്പോൾ 1999 എല്ലാം 1999 താഴെ മാത്രം, ഒന്നുകിൽ 1999 അല്ലെങ്കിൽ താഴെ മാത്രമേ എല്ലാ കോഴ്സിനും ഫീസ് ഉള്ളൂ. ഇന്നും നാളെയും മാത്രമേ ഈ ഓഫർ ഉള്ളൂ. നാളെ 12 മണി വരെ മാത്രമേ ഈ ഓഫർ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് എത്രയും പെട്ടെന്ന് അത് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അതുപോലെ IBPSന്റെ ബാച്ച്, ബാങ്കിൻ്റെ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 18-നാണ് നമുക്ക് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബാങ്ക് ഫൗണ്ടേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 18-നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അഡാ 247 എടുക്കുക, സൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ ആപ്പ് എടുക്കുക, ആപ്പിൽ സ്റ്റോറിൽ കയറുക. ഓൾ കോഴ്സസ്, ആപ്പിൽ ഇതേപോലെ തന്നെ കേട്ടോ, ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റേറ്റ് എക്സാംസ് കേരള എടുക്കുക, ബാങ്ക് എക്സാംസ് കേരള എടുക്കുക. അതിൽ നമ്മുടെ ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 1499 വരെ ഉള്ളത്. നിങ്ങൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ Y907 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നും നാളെ ആയിട്ടായിരിക്കും എല്ലാ കോഴ്സുകൾക്കും എന്തായിരിക്കും 2000-ന് താഴെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രൈസ് വരുന്നത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് കോഴ്സസ് എല്ലാം സ്വന്തമാക്കാൻ പറ്റും. അതെല്ലാം സ്വന്തമാക്കുക, പഠിക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാക്സിമം എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും ബുക്സും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാം നോക്കിക്കോളൂ, എല്ലാം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 18-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് RRB IBPS RRBയുടെ എക്സാംസിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസം, ഓഗസ്റ്റിലേക്ക് എക്സാം നടക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ അതിനകത്ത് കിട്ടത്തുള്ളൂ. എക്സാം ഡേറ്റ് നിങ്ങളൊന്ന് നോക്കിയേക്കുക.
പ്രിലിമിനറി എക്സാം നടക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ വളരെ കുറച്ച് ദിവസം, ഏകദേശം ജൂൺ ജൂലൈ മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ കോഴ്സിന് അവൈലബിൾ ആയിരിക്കും. ആ കോഴ്സ് പർച്ചേസ് ചെയ്യട്ടോ. ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് പർച്ചേസ് ചെയ്യുക. Y90 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നോക്കുക. കോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാമായി ഇനി എല്ലാം സെറ്റായി. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചേക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം. താങ്ക് യു ഓൾ.